സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ സമ്പൂർണ്ണ കൃതികൾ 4-ാം വോള്യത്തിലൂടെ തന്നെ പോവുകയാണ്. എന്നെപ്പറ്റി എന്ന് പറയുന്ന പിജാനിയുടെ കുറേ കുറിപ്പുകളാണ്. പ്രതിഷേധാത്മകമായ കുറിപ്പുകളും പ്രചോദനാത്മകമായ കുറിപ്പുകളുമുണ്ട്. അപ്പോൾ സ്നാപ്പ് നമ്പർ 1062 നമ്മൾ കടക്കുന്നു. നമുക്കും നല്ല ചിത്രങ്ങൾ ഉണ്ടായേ തീരൂ. ഈ ലേഖനങ്ങൾ സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ് നരേഷൻ ആൻഡ് ആക്ടിംഗ് പ്രാക്ടീസ് എന്നാണല്ലോ സ്നാപ്പ് എന്ന് പറയുന്നത്, SNAP. അപ്പോൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം, എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. സമ്പൂർണ്ണ കൃതികൾ 4-ാം വോള്യം. നമുക്കും നല്ല ചിത്രങ്ങൾ ഉണ്ടായേ തീരൂ. സ്നാപ്പ് നമ്പർ 1062. കലകൾ ഉദ്ദേശപരമായിരിക്കണം എന്ന അഭിപ്രായത്തെ എതിർക്കുന്നവരുണ്ട്. പക്ഷേ അവരുടെ എണ്ണം അങ്കുലി പരിമിതമായതുകൊണ്ട് ആ കാര്യം ഒഴിച്ചു നിർത്താം. ഏതെങ്കിലും ഒരു സന്ദേശം കൊടുക്കാൻ കഴിവുള്ളതായിരിക്കണം കലാസൃഷ്ടി എന്ന അഭിപ്രായത്തിൽ ഇന്നെല്ലാവരും വിശ്വസിക്കുന്നു. ആ സന്ദേശം രാഷ്ട്രീയമോ സാമ്പത്തികമോ സാമുദായികമോ ഗാർഹികമോ ആയ പുരോഗതിയെ ലക്ഷ്യമാക്കിയുള്ളതാകാം. ഇവയിൽ എന്തെങ്കിലും ഒന്നിൻ്റെയോ അഥവാ ചിലതിൻ്റെയോ പുരോഗതിക്ക് മാത്രമേ കലാസൃഷ്ടി നടത്താൻ പാടുള്ളൂ എന്ന അഭിപ്രായത്തെ അതർഹിക്കുന്ന അവജ്ഞയോടുകൂടി തന്നെ തള്ളിക്കളയേണ്ടതുണ്ട്. എന്നാൽ താൻ ലോകത്തിന് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുത്തേ അടങ്ങൂ എന്ന വാശിയോടുകൂടി ഒരാളും തൻ്റെ കലാസൃഷ്ടികളെ വെറും പലകയുടെയോ നോട്ടീസിൻ്റെയോ നിലയിലേക്ക് അധപതിപ്പിക്കാൻ പാടില്ല. അതും ശ്രദ്ധിക്കണം. ജീവിത നിരീക്ഷണത്തിൽ നിന്ന് തനിക്ക് കിട്ടിയ കരുക്കളെ സ്വാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിരത്തിവെച്ച് പരിശോധിച്ചതിന് ശേഷം അവയെ ഉത്തമമായ രീതിയിൽ കോർത്തിണക്കുന്നവരാണ് കലാകാരൻ. അത്തരത്തിൽ പെട്ടവരുടെ കലാസൃഷ്ടികൾ കലാമേന്മയ്ക്ക് കോട്ടം തട്ടാതെ തന്നെ ഉദ്ദേശപരമായ കാര്യങ്ങളിൽ വിജയിക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞത് പൊതുവെ കലകളെ പറ്റിയാണെങ്കിലും സിനിമയും ഒരു തികഞ്ഞ കലയായതുകൊണ്ട് ഉദ്ദേശപരമായ കാര്യങ്ങളിൽ നിന്ന് അതിനെയും ഒഴിച്ചു നിർത്താൻ പാടില്ല. മലയാള ചലച്ചിത്രത്തെ പറ്റി മാത്രമേ ഇവിടെ പറയുകയുള്ളൂ. മലയാളത്തിൽ നമുക്ക് ഏതാനും ചിത്രങ്ങൾ കാണാൻ കഴിഞ്ഞു. അവയൊന്നും ഒരു സന്ദേശവും തന്നിട്ടില്ലേ എന്ന് ചോദിക്കാം. തന്നിട്ടുണ്ട്, ധാരാളം സന്ദേശങ്ങൾ തന്നിട്ടുണ്ട്, പറയാം. എല്ലാ സ്ത്രീകളും വേശ്യകളാണെന്നും അതറിഞ്ഞുകൊണ്ട് തന്നെ വിവാഹം ചെയ്ത് കുറേ കാലം ലൈംഗിക സുഖം അനുഭവിച്ചിട്ട് ഭാര്യയെ ഉപേക്ഷിക്കണമെന്നും അത് കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം 1-2 ആഴ്ചയെങ്കിലും ക്ഷൗരം ചെയ്യാതെ പെരുവഴിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാണുന്ന സ്ത്രീകളെയൊക്കെ ഭയപ്പെടുത്തിയതിന് ശേഷം തൻ്റെ കുട്ടിയെ കഴുത്ത് ഞെരുക്കി കൊന്നിട്ട് ആത്മഹത്യ ചെയ്യണമെന്നും അതാണ് ഒരു ചിന്തകനായ പുരുഷൻ്റെ കർത്തവ്യമെന്നും ഒരു ചിത്രം നമ്മെ പഠിപ്പിച്ചു. തടിയനും കുടവയറനും ഷഷ്ടിപൂർത്തിയോടടുത്തവനുമായ ഒരു പാണ്ടിക്കാരനെ ഒരു മലയാളത്തുകാരി പെണ്ണ് പ്രേമിക്കുന്നത് തെറ്റല്ലെന്നും മനുഷ്യർ തമ്മിൽ കലാപങ്ങളും വഴക്കുകളും ഉണ്ടാകുമെന്നും അവയൊക്കെ ഒരു കാലത്ത് തീരുമെന്നും അങ്ങനെ സമാധാനത്തിലെത്തിച്ചേരുന്ന സ്ഥലത്ത് ഹാജരുള്ള സ്ത്രീ പുരുഷന്മാർ ഒട്ടും താമസിയാതെ പരസ്പരം വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടുകൊള്ളണമെന്നും മറ്റൊരു ചിത്രം പഠിപ്പിച്ചു. ചിത്രത്തിൻ്റെ പേര് പറയുന്നില്ല. തന്നെ സ്നേഹിക്കുന്ന യുവതി ഒരു മുതലാളിയുടെ പുത്രിയാണെങ്കിൽ അവളെ വിവാഹം ചെയ്താൽ അവളുടെ ജീവിത സുഖങ്ങൾ പലതും നഷ്ടപ്പെടുമല്ലോ എന്ന ചിന്ത മൂലം തൻ്റെ പ്രേമം ഹൃദയത്തിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് അവളിൽ നിന്ന് അകലുവാൻ വേണ്ടി ഏതെങ്കിലും കാരണമുണ്ടാക്കി ജയിലിൽ പോയിക്കൊള്ളാമെന്നും പ്രേമത്തെക്കാൾ വലുത് മറ്റുള്ള ആഡംബരങ്ങളാണെന്നും ഒരു മുതലാളിയുടെ പുത്രിയെ വിവാഹം ചെയ്യുക എന്ന കൃത്യം കൊണ്ട് പോലും മുതലാളിത്വത്തെ നൊമ്പരപ്പെടുത്തേണ്ടതെന്നും വരെ ഒരു ചിത്രം നമ്മെ പഠിപ്പിച്ചു. ഇത്രയും സന്ദേശങ്ങൾ കിട്ടിയത് പോരെ. ഉടനടി ഇനിയും വരുന്നുണ്ട് വേറെ സന്ദർഭങ്ങൾ കൂടി. കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും ഉദ്ദേശങ്ങൾ അതേപടി നിറവേറ്റാൻ ചലച്ചിത്ര മുതലാളി സമ്മതിച്ചെന്ന് വരികയില്ല. വെറും ശമ്പളക്കാർ എന്ന നിലയിൽ ചിത്രനിർമ്മാതാവിൻ്റെ അഭിപ്രായങ്ങൾക്ക് കീഴടങ്ങി ശ്വാസം മുട്ടുന്ന കഥാകൃത്തുക്കളും സംവിധായകരുമുണ്ട്. അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ചിത്രനിർമ്മാതാക്കളുടെ കലാബോധം എത്രത്തോളം ഉണ്ടെന്ന് ഇന്ന് വരെ ഇറങ്ങിയ മലയാള ചിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തങ്ങൾ പണം മുടക്കുന്നത് ലാഭം കിട്ടാനാണെന്ന് ഈയിടെയായി ചിത്രനിർമ്മാതാക്കൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ആ സമ്മതിക്കൽ അവരുടെ ആശയപരമായ പാപ്പരത്വത്തെ വിളിച്ചു പറയുന്നു. ചിത്രം ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരിക്കണമെന്ന് മാത്രമേ അവർക്ക് ഉദ്ദേശമുള്ളൂ. ബോക്സ് ഓഫീസ് ഹിറ്റ് ആകണമെങ്കിൽ കഥ എങ്ങനെയുള്ളതായിരുന്നാലും ഡാൻസ്, സർക്കസ്, പാട്ട്
മുതലായവ ആവശ്യമില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെലുത്തണമെന്ന് അവർക്കറിയാം. ഇതുവരെ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള ചിത്ര നിർമ്മാതാക്കളിൽ ആരും തന്നെ ജീവിതത്തോടും സംസ്കാരത്തോടും കലയോടും യാതൊരു ബന്ധവും ഉള്ളവരല്ല. അവർ ജീവിതം കണ്ടിട്ടില്ല. കാരണം ജോലി തിരക്കുകൾ മൂലം അവർ വിമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർക്ക് സംസ്കാര എന്തെന്നറിയാൻ പാടില്ല. കാരണം സമയമില്ലാത്തത് മൂലം അവർ മാർക്കറ്റ് നിലവാരം മാത്രമേ വായിക്കാറുള്ളൂ. അവരുടെ കണ്ണിൽ റബ്ബർ തോട്ടവും കുരുമുളകും കലയും ഒന്നാണ്. ഈ ശോചനീയാവസ്ഥയിൽ നിന്ന് സിനിമയെ രക്ഷിക്കാൻ എന്താണ് വഴിയെന്ന് ചിന്തിക്കുവാൻ ഒരു നിസ്സഹായതാബോധമാണ് ചിന്തിക്കുമ്പോൾ ഒരു നിസ്സഹായതാബോധമാണ് ആദ്യമുണ്ടാവുക. ഇപ്പോഴുള്ള ചിത്ര നിർമ്മാതാക്കൾ മാനസാന്തരപ്പെട്ട് നല്ല ചിത്രങ്ങൾ നിർമ്മിക്കുമെന്ന് ആശിക്കാൻ യാതൊരു വഴിയും കാണുന്നില്ല. ഞങ്ങൾക്ക് ലാഭം കിട്ടണമെന്നേ ഉള്ളൂ എന്ന് അവർ നാണം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ വളർച്ച അവിടെ അവസാനിച്ചുവെന്ന് വിശ്വസിക്കാം. അഥവാ അവർക്ക് നല്ല ബുദ്ധി തോന്നി മനസ്സാന്തരമുണ്ടാകുമെങ്കിൽ ഭാഗ്യം. ചിത്രനിരൂപകന്മാരെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു കാര്യമുള്ളത് അറപ്പും വെറുപ്പും ജനിപ്പിക്കുന്ന ചിത്രങ്ങളെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ഏറ്റവും നിശ്ചിതമായി പഠിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ പരാമർശിക്കണമെന്നുള്ളതാണ്. നിരൂപണം സൃഷ്ടിപരമായിരിക്കണം എന്ന അഭിപ്രായം ഈ കലാഭാസങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരർത്ഥകമാണ്. തങ്ങൾ ബിസിനസ് നടത്തുകയാണെന്നും പണം കിട്ടണമെന്ന് മാത്രമേ തങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ എന്നും പറയുന്ന വങ്കന്മാരുടെ ചീത്ത ചിത്രങ്ങളെ സൃഷ്ടിപരമായി നിരൂപണം ചെയ്യണമത്രേ പാടില്ല. ആധുനിക മനുഷ്യൻ്റെ ചരിത്രം ആരംഭിക്കുന്നതിന് മുമ്പ് യാദൃശ്ചികങ്ങളായ അനുഭവങ്ങളിൽ നിന്ന് മാത്രമേ മനുഷ്യൻ വിജ്ഞാനം ലഭിച്ചിരുന്നു. എന്നാൽ ആധുനിക മനുഷ്യൻ വിജ്ഞാനത്തിന് വേണ്ടി പരക്കം പായുകയാണ്. ഒടുങ്ങാത്ത വിജ്ഞാനതൃഷ്ണ മൂലം അവൻ അറിവിൻ്റേതായ എല്ലാ തുറകളിലും ഓടിക്കയറുന്നു. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ പല ചിത്ര നിർമ്മാതാക്കളെ കലയുടെയും സംസ്കാരത്തിൻ്റെയും ബാലപാഠം മുതൽ പഠിപ്പിക്കണമെന്ന് പറയുന്നത് ലജ്ജാവഹമാണ്. ഉപദേശം കൊണ്ടും മറ്റും ഇക്കൂട്ടർ നന്നായി വരാൻ കുറഞ്ഞ പക്ഷം അരനൂറ്റാണ്ടെങ്കിലും വേണം. ആ കാലം വരെ ഒരു നല്ല ചിത്രം കാണാൻ കേരളം കാത്തിരിക്കണമെന്നാണോ പറയുന്നത്? എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്രദമായ ഒരു ചിത്രം കുറച്ചെങ്കിലും കലാമേന്മയോടുകൂടി പുറത്തു വരുമ്പോൾ അതിൽ കാണുന്ന അറ്റകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാം. നല്ല കഥകൾ തിരഞ്ഞെടുക്കാനും കഴിവുള്ള സംവിധായകനെ അത് ഏർപ്പെടുത്താനും ചിത്രത്തിൻ്റെ വിജയത്തിന് വേണ്ടി കഥാകൃത്തിനും സംവിധായകനും പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുവാനും സന്മനസ്സുള്ള പുതിയ ചിത്ര നിർമ്മാതാക്കൾ ധൈര്യപൂർവ്വം ഇറങ്ങി വരേണ്ടിയിരിക്കുന്നു. അതുമാത്രം പോരാ, മറ്റൊന്നു കൂടിയുണ്ട്. സംവിധായകൻ സർവശക്തനായി ആണെന്നത് നിലയും മാറേണ്ടിയിരിക്കുന്നു. കഥയുടെ ഉദ്ദേശം എന്തെന്നും ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന എന്തിനെന്നും കഥാകൃത്തിനെ പോലെ മറ്റാർക്കും അറിയാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അതുകൊണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും കഥാകൃത്തിനുണ്ടായിരിക്കണം. ഡയറക്ടർ അതനുസരിക്കാൻ നിർബന്ധിതനുമായിരിക്കണം. കഥാകൃത്തിനും സംവിധായകനും തമ്മിൽ ആശയപരമായ പൊരുത്തം ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. രണ്ടും ഒരാൾ തന്നെയാണെങ്കിൽ ഏറ്റവും നന്നായി. കലയോടും നാട്ടുകാരോടുമുള്ള ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ചിത്രനിർമ്മാണം നടത്താനുള്ള കഴിവില്ലാത്തവർ ഈ രംഗത്തിൽ നിന്നും ഇന്നുവരെ കിട്ടിയ ലാഭവുമായിട്ട് ഇറങ്ങിപ്പോകട്ടെ. അതല്ല, അവർ അതിനെ വിസമ്മതിക്കുകയും ഈ ഇറച്ചിക്കച്ചവടം തുടരാൻ തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവരെ കളഹസ്തം ചെയ്യാൻ നിരൂപകന്മാർ ഒത്തൊരുമിച്ച് ശ്രമിക്കണം. ആരെന്തെഴുതിയാലും ഞങ്ങൾക്കൊന്നും വരാൻ പോകുന്നില്ല. ബോക്സ് ഓഫീസ് ഹിറ്റ് ആണെങ്കിൽ കാണാൻ ആളുകൾ ഉണ്ടായിക്കൊള്ളും എന്നാണ് ഈ ഫിലിം ദൈവങ്ങൾ പറയുന്നത്. പക്ഷേ കുറേ കാലത്തേക്ക് തുടർച്ചയായി ശക്തിയേറിയ നിരൂപണങ്ങൾ കൊണ്ട് ആ ചിത്രങ്ങളെ എതിർക്കുമ്പോൾ ഇന്ന് ഇവർ ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന വല വീശി പിടിക്കുന്ന സാധാരണക്കാർ തന്നെ അവരുടെ നേരെ കാർക്കിച്ച് തുപ്പും എന്നുള്ളത് തീർച്ചയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന വാക്കിൽ കൂടി അവർ ധ്വനിപ്പിക്കുന്നത് സാമാന്യ ജനങ്ങൾ വെറും കഴുതകളാണ് എന്നാണ്. അവർക്ക് ഭീമമായ അബദ്ധം പറ്റുന്നു. ഒരിക്കൽ അവർ തങ്ങൾ
പിടിച്ചിട്ടുള്ളതിടത്തോളം ചിത്രങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് സാമാന്യ ജനങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് മാപ്പ് പറയേണ്ടി വരും. സാമാന്യ ജനങ്ങൾ കഴുതകളല്ല. ഒരു കാര്യം തീർത്തു പറയുന്നു, ഈ സിനിമാ കച്ചവടക്കാർ ഇതേ നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വിലയിലും ബോക്സ് ഓഫീസ് ഹിറ്റിലുമുള്ള അന്ധവിശ്വാസം ഇവർ കൈവെടിയുന്നില്ലെങ്കിൽ ഇവർക്ക് ദീർഘായുസില്ല. കേരളത്തിലെ എല്ലാ പത്രമാസികകളും ഈ തീവെട്ടിക്കൊള്ളയ്ക്കെതിരായി ശബ്ദമുയർത്തും. സിനിമാ തിയേറ്ററുകളുടെ പിക്കറ്റിംഗ് നടത്താൻ കലാബോധമുള്ള നാട്ടുകാർക്ക് ആഹ്വാനം കൊടുക്കും. ചില ചിത്രങ്ങൾ വെളിയിൽ വരാതെ തന്നെ കത്തിപ്പോയെന്ന് വരും. അതുകൊണ്ട് ഇന്ന് വരെ ഞങ്ങളുടെ മുമ്പിൽ ചില പേക്കിനാവ് കാണിച്ച് പണം പിടുങ്ങിയ കലാബോധവും സംസ്കാരവുമില്ലാത്ത കാണ്ടാമൃഗങ്ങളെ നിങ്ങളിനി ഓരോ അടിവയ്ക്കുന്നതും സൂക്ഷിച്ചു വേണം. സ്റ്റെപ്പ് നമ്പർ 1063. സിനിമയും കാണികളും. സായാഹ്ന ചിന്തകൾ എന്ന പേരിൽ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഭക്തിയിൽ അതിൽ നിന്നെടുത്തതാണ്. ഒരിക്കൽ ഞാനൊരു ചലച്ചിത്ര നിർമ്മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വെറും കച്ചവടക്കാർ മാത്രമായി തീരുന്നത് വലിയ കഷ്ടമാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾ കലാമൂല്യങ്ങളോടുകൂടി ഭംഗിയായി അവതരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മിക്ക ചിത്രങ്ങളിലും കൃത്രിമത്വവും അസംഭാവ്യതകളും വൃത്തികേടുകളും കണ്ടമാനം അടിഞ്ഞുകൂടുകയാണ്. കുറേ നേരം മിണ്ടാതെ എന്നതിന് ശേഷം അദ്ദേഹം ഒരു പുഞ്ചിരിയോടുകൂടി ചോദിച്ചു, നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ നിങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടെങ്കിലോ? ഞാനൊന്നും മിണ്ടാതെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുക മാത്രം ചെയ്തു. അദ്ദേഹം തൻ്റെ ആശയം വിശദീകരിച്ചു. നല്ല ചിത്രം എങ്ങനെയായിരിക്കണമെന്ന് എനിക്കറിയാം. നിങ്ങൾ പറയുന്ന രീതിയിൽ കൃത്രിമത്വവും അസംഭാവ്യതകളും വൃത്തികേടുകളും ഒക്കെയുള്ള ചിത്രങ്ങൾ ഞാൻ നിർമ്മിക്കുന്നത് ബോധപൂർവം തന്നെയാണ്. അതൊക്കെ ഉണ്ടെങ്കിലേ മുടക്കിയ പണം കിട്ടുകയുള്ളൂ. കലാപരമായ ഉയർന്ന നിലവാരം ഉണ്ടാക്കി വരുമ്പോൾ ഒരു പക്ഷേ എൻ്റെ പടം പെട്ടിയിലിരുന്ന് ചിതലെടുത്ത് പോയെന്ന് വരും. 3-4 ലക്ഷം രൂപ മുടക്കി അങ്ങനെയൊരു പരീക്ഷണം നടത്തേണ്ട ആവശ്യം എനിക്കെന്ത്? കയ്യിലുള്ള പണം മുടക്കി പടം പിടിച്ച് മുടിഞ്ഞു കൊള്ളണമെന്ന എനിക്ക് നേർച്ചയൊന്നുമില്ലല്ലോ. ഇതൊരു വ്യവസായമാണ്. മുടക്കിയ പണമെങ്കിലും കിട്ടണം. കുറേ പാട്ടുകൾ, കുറേ നൃത്തങ്ങൾ, കുറേ ഫലിതങ്ങൾ, സ്ത്രീകളെ കരയിക്കുന്ന 2-3 രംഗങ്ങൾ, കുറേ സെക്സ് അപ്പീല്, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ കാര്യം ജയിച്ചു. ആ വക കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഒരു കഥ വേണമെന്നല്ലാതെ മറ്റൊന്നും അതിലില്ല. നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും എന്തെഴുതിയാലും എനിക്കൊന്നും വരാൻ പോകുന്നില്ല. ഞാനൊന്നും മിണ്ടിയില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ലെങ്കിലും നിഷേധിക്കാനാകാത്ത ചില സത്യങ്ങൾ അതിലുള്ളതായി തോന്നി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രം എൻ്റെ ഓർമ്മയിൽ വന്നു. ഒരു തൊഴിലാളിയുടെ ജീവിതം സാമാന്യം ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്ന പടം 4 ദിവസം തികച്ച് ഏതെങ്കിലും തിയേറ്ററിൽ പ്രദർശിപ്പിക്കപ്പെട്ടതായി അറിവില്ല. ആ വീക്ഷണകോണിൽ നിന്ന് കൂടി നോക്കുമ്പോൾ 3-4 ലക്ഷം രൂപ മുടക്കുന്ന വ്യവസായിയായ ഒരു ചലച്ചിത്ര നിർമ്മാതാവ് കലാമൂല്യവും ജീവിത യാഥാർത്ഥ്യങ്ങളുമൊക്കെ ഉയർത്തിപ്പിടിക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല. സിനിമ ഒരു ബിസിനസ്സായി നിലനിൽക്കുന്നിടത്തോളം കാലം അതിന് കലാപരമായ മേന്മയുണ്ടാകാൻ കാണികളുടെ നിലവാരം ഉയർത്തുക എന്നുള്ളത് മാത്രമാണ് പ്രതിവിധി. അതിനുള്ള ഗൗരവമേറിയ ഉത്തരവാദിത്വം നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ വർത്തിക്കുന്ന എല്ലാവരിലും നിക്ഷിപ്തമാണെന്നാണ് എൻ്റെ വിശ്വാസം. എത്ര വർഷം മുമ്പാണ് പി. ജാനണി ഇത് എഴുതി വച്ചിരിക്കുന്നത്. സ്നാപ്പ് നമ്പർ 1064. മാറ്റം അനിവാര്യമാണ്. നോക്കാം. ഇന്ത്യൻ ചലച്ചിത്രവേദിയിൽ പ്രയോജനപ്രദമായ ചില വ്യതിയാനങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് കുറേ കാലമായി. സത്യജിത് റേ, മൃണാൾ സെൻ, ഋത്തിക് ഘട്ടക് മുതലായവരുടെ പിന്നാലെ അവതാർ കൗൾ, സത്യോ, ഗിരീഷ് കർണാട്, M.T. വാസുദേവൻ നായർ, P.M. മേനോൻ, അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരുടെ ധീരമായ കടന്നുവരവ് മേൽപ്പറഞ്ഞ പുതിയ നീക്കത്തിന് ശക്തി കൂട്ടുകയും ചെയ്തിരിക്കുന്നു. 75-ന് ശേഷം എഴുതപ്പെട്ട കാര്യങ്ങളാണിത്. ആ പിന്നീട് നോക്കണം. അടൂർ ഗോപാലകൃഷ്ണനൊക്കെ 75-ന് ശേഷമാണ് വരുന്നത്.
കുറ്റങ്ങളും കുറവുകളും എന്തൊക്കെയുണ്ടെങ്കിലും അനിഷേധ്യമായ ഒരു വലിയ മാറ്റത്തിൻ്റെ മുന്നോടികളാണ് മേൽപ്പറഞ്ഞ ചലച്ചിത്ര കാവ്യ രചയിതാക്കളും അവരുടെ സൃഷ്ടികളും. ഒരു നല്ല ഭാവിയുടെ തുടക്കത്തെ കുറിക്കുന്ന ഈ സൂചനകളാകട്ടെ വലിയ വാദപ്രതിവാദങ്ങൾക്കും ഒച്ചപ്പാടുകൾക്കും കാരണമായി തീരുകയും ചെയ്തിരിക്കുന്നു. വാദകോലാഹലങ്ങൾ ഉണ്ടാക്കുകയും എതിർക്കുകയും ചെയ്യുന്നവരാകട്ടെ കലാസൃഷ്ടികളിൽ കലയേക്കാൾ കൂടുതൽ കച്ചവടത്തിനുള്ള ഉപാധികൾ വേണമെന്ന് വാശി പിടിക്കുന്നവരുമാണ്. ഇത് പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്നത് പുണ്യം കിട്ടാൻ വേണ്ടിയല്ലെന്നും കലാകാരന്മാരെന്ന് പറയുന്ന കുറേ കിറുക്കന്മാർ പറയുന്ന വിധത്തിൽ ചിലതൊക്കെ പടച്ചുവിട്ട് കയ്യിലുള്ളതും കളഞ്ഞു കുളിച്ച് തെണ്ടി നടക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ മൂലധനമിറക്കുന്നത് എന്നും മറ്റുമാണ് അവർക്ക് പറയാനുള്ള ഏറ്റവും വലിയ ഉത്തരങ്ങൾ. അവരോട് ഇതേ പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കൊത്തവണ്ണം ആദായമുണ്ടാക്കുവാൻ തക്ക രീതിയിലുള്ള ചിത്രങ്ങൾ നിർമ്മിച്ച് കമ്പോളത്തിലേക്ക് ഇറക്കിക്കൊള്ളുക. കാലം അനുവദിക്കുന്നത് വരെ അത് തുറന്നുകൊള്ളുക. പക്ഷേ നിങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമായ വീക്ഷണ രീതിയിലുള്ളവരെ നിങ്ങളെന്തിന് വെറുക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നു? അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷേ നിങ്ങളുടെ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും വിധേയമാകുന്ന ചലച്ചിത്ര സങ്കേതത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനും ബദൽ നിർദ്ദേശങ്ങൾ നൽകാനും നിങ്ങൾ സന്നദ്ധരാകണം. എന്തൊക്കെ വാദമുഖങ്ങൾ ഉന്നയിച്ചാലും മേൽപ്പറഞ്ഞ പടം മുതലാളികൾ അതൊന്നും കേട്ട ഭാവം പോലും നടിക്കാൻ സന്നദ്ധരല്ല. അവർക്ക് ഒരു ഒറ്റ മുദ്രാവാക്യമേ ഉള്ളൂ, അതിതാണ്: ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്നതാണ് ഏറ്റവും വലിയ കല. അല്ലാത്തതെല്ലാം വെറും അനാവശ്യവും വിഡ്ഢിത്തവുമാണ്. ഈ അഭിപ്രായം ശുദ്ധ അസംബന്ധമാണെന്ന് കലയുടെ സാമാന്യ തത്വങ്ങളും ചരിത്രവും അല്പമെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. കോളേജ് കുമാരിയുടെ കൂടെ ഒരു രാത്രി എന്ന പേരിൽ ഒരു നോവൽ എഴുതി അതിൻ്റെ പുറംചട്ടയിൽ വസ്ത്രമുടുത്തിട്ടുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന ഒരു യുവതിയുടെ പടവും അച്ചടിച്ച് പുറത്തിറക്കിയാൽ ഒരു പക്ഷേ 2 മാസത്തിനകം അതിൻ്റെ 1,00,000 കോപ്പികൾ വിറ്റഴിഞ്ഞേക്കും. അതേ സമയത്ത് താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യനികേതനം പോലുള്ള ഒരു നോവലിൻ്റെ 2,000 കോപ്പികൾ വിറ്റഴിക്കാൻ ഒരുപക്ഷെ വർഷങ്ങൾ തന്നെ എടുത്തേക്കും. അക്കാരണം കൊണ്ട് കോളേജ് കുമാരിയുടെ കൂടെ ഒരു രാത്രി എന്ന നോവലാണ് ഏറ്റവും ഉത്തമമെന്നും അതെഴുതിയ ആളാണ് ഉന്നതനായ സാഹിത്യകാരനെന്നും ആരോഗ്യനികേതനം ജനങ്ങൾക്ക് വേണ്ടാത്തതാണെന്നും അതെഴുതിയ താരാശങ്കർ ബാനർജി വെറും മരമണ്ടനാണെന്നും പറയുന്നവരാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ദൈവം മാപ്പ് കൊടുക്കട്ടെ. സിംബോ നഗരത്തിലേക്ക് എന്ന പടത്തിൽ അഭിനയിച്ച കുരങ്ങിനെ കാണാൻ 10,000-കണക്കിന് ആളുകൾ കൂടിയെന്ന് ഒരിക്കൽ പത്രത്തിൽ വായിച്ചു. അതുകൊണ്ട് ആ കുരങ്ങ് ഒരിക്കലും മനുഷ്യനേക്കാൾ വലിയവനോ ആയിത്തീരുന്നില്ല. എന്നാൽ ഔദ്യോഗികമെന്ന് പറയട്ടെ, മേൽപ്പറഞ്ഞ രീതിയിലുള്ള അബദ്ധധാരണകളുള്ളവരാണ് ചലച്ചിത്രവേദിയിലെ പുതിയ പ്രവണതകൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരിൽ ഭൂരിപക്ഷവും പേരും. അവരെ സംബന്ധിച്ചിടത്തോളം കലയെന്ന് പറഞ്ഞാൽ സിനിമ മാത്രമാണെന്നാണ് ധാരണ. സിനിമയായാലും നാടകമായാലും സാഹിത്യമായാലും ശില്പസൃഷ്ടിയായാലും എല്ലാം കലകൾ തന്നെയാണ്. അവയ്ക്കെല്ലാം ആധാരമായി ഉള്ള വസ്തുക്കളും ഒന്നു തന്നെയാണ്. അവയിലൊക്കെ തന്നെ ജീവിതമുണ്ടായിരിക്കണം എന്നുള്ളതാണ് പരമമായ തത്വം. അടിവരയിട്ട് പറയണം, ഏത് കലയാണെങ്കിലും അതിൽ ജീവിതമുണ്ടായിരിക്കണം. ആ ആവിഷ്കാരമാകട്ടെ ഓരോ കലാകാരൻ്റെയും സ്വതസിദ്ധമോ ആർജിതമോ ആയ ശൈലിയിലും സാങ്കേതിക രീതിയിലുമായിരിക്കാം. എങ്കിലും അന്തിമ വിശകലനത്തിൽ അതിൽ ജീവിതമുണ്ടായിരിക്കണമെന്ന സത്യം എല്ലാ കലാകാരന്മാരും കലാസ്വാദകരും ഒരുപോലെ അംഗീകരിക്കുന്നു. ഒരു മലയാളി പെൺകുട്ടി പട്ടാപ്പകൽ ഷെഡ്ഡിയും എടുത്തുകൊണ്ട് റോഡിൽ കൂടി ഓടുമ്പോൾ അവളുടെ പിന്നാലെ മുടിവെട്ടിക്കാൻ കാശില്ലാത്ത ഒരുത്തൻ പാട്ടും പാടിക്കൊണ്ട് ഓടിച്ചെല്ലുന്ന ദൃശ്യത്തിൽ ജീവിതമുണ്ടെന്ന് വേണമെങ്കിൽ വാദിക്കാം. മറ്റൊരു പ്രധാന സംഗതിയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടതാണ്. ഫിലിം ഫൈനാൻസ് കോർപ്പറേഷനിൽ നിന്ന് പണം കടമെടുത്ത് ചിത്രങ്ങൾ നിർമ്മിക്കുന്ന പുതിയ നിർമ്മാതാക്കളോടും ഈ ചലച്ചിത്ര മുതലാളിമാർക്ക് വിരോധമുണ്ട്. കാരണം ഈ പുതിയ നിർമ്മാതാക്കൾ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ജീവിതഗന്ധികളായ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന പുതിയ നിർമ്മാതാക്കളോടും
ഈ ചലച്ചിത്രം. കാരണം ഈ പുതിയ നിർമ്മാതാക്കൾ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ജീവിതഗന്ധികളായ ചിത്രങ്ങൾ നിർമ്മിച്ച് പുറത്തിറക്കുന്നു. ലക്ഷങ്ങളും കോടികളും ചെലവാക്കി പടങ്ങൾ പടച്ചിറക്കുന്നവർക്ക് കിട്ടാത്ത ചില ബഹുമതികൾ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു, ഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടുള്ള അസൂയ മാത്രമല്ല ഈ വിരോധത്തിൻ്റെ പിന്നിലുള്ളത്. പുത്തൻ ചിന്താഗതിക്കാരുടെ ഈ രംഗപ്രവേശം കാലാന്തരത്തിൽ തങ്ങളുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്തേക്കുമെന്ന ഭയവും അവർക്കുണ്ട്. സിനിമാ വ്യവസായത്തിൻ്റെ പ്രതീക്ഷയായ ഹോളിവുഡിൽ ഇങ്ങനെ ചിലതൊക്കെ നടന്നു. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നല്ല ചിത്രങ്ങൾ നിർമ്മിക്കാമെന്ന് അവിടെ കുറേ ചെറുപ്പക്കാർ തെളിയിച്ചു. ആദ്യമൊക്കെ അവരും അവഹേളിക്കപ്പെട്ടു. ഒടുവിൽ അവരുടെ ആശയങ്ങൾക്ക് ജനതാ മധ്യത്തിൽ അംഗീകാരം കിട്ടിത്തുടങ്ങിയപ്പോൾ കോടിക്കണക്കിന് ഡോളർ വാരി വിതറി പടം പിടിക്കുന്ന കുത്തക മുതലാളിമാർ പകച്ചു നിൽക്കുകയാണ്. അവരുടെ കച്ചവട സമ്പ്രദായത്തിന് കനത്താഘാതമേൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഫലമായി അവരിൽ ചിലർ തങ്ങളുടെ മൂലധനം മറ്റു വല്ല വ്യവസായങ്ങളിൽ നിക്ഷേപിക്കാനോ വേണ്ടി വന്നാൽ സ്വന്തമായുള്ള സ്റ്റുഡിയോകൾ തന്നെ വിറ്റുകളയാനോ ഒക്കെ ആലോചിച്ചു വരുന്നതായി ഈയിടെ പത്രങ്ങളിൽ വായിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ഫിലിം ഫൈനാൻസ് കോർപ്പറേഷൻ പുതിയ പ്രവണതകളുടെ ഉടമസ്ഥരായ ചിത്ര നിർമ്മാതാക്കൾക്ക് പണം വായ്പ കൊടുക്കുന്ന ഏർപ്പാടിനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു ലേഖനം ഈയിടെ ഒരു ഇംഗ്ലീഷ് വാരികയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഹിറ്റ് പടങ്ങൾ നിർമ്മിക്കാൻ തങ്ങൾക്കേ കഴിയൂ എന്ന് പറഞ്ഞ് ബഹളം കൂട്ടുന്ന പടം മുതലാളിമാരുടെ ജിഹ്വകളായ പത്രങ്ങളിൽ അത്തരം ലേഖനങ്ങൾ വരുന്നത് അർത്ഥവത്താണെന്ന് മാത്രമല്ല, അതിൽ അത്ഭുതപ്പെടാനുമില്ല. ഈ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് വേണ്ടി കണ്ടക്ഷോഭം ചെയ്യുന്ന സിനിമാ താരങ്ങൾ ഉണ്ടെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഒരു കേരളീയ സിനിമാ താരം ഈയിടെ പ്രസംഗിക്കുകയുണ്ടായി. വിജ്ഞാനത്തിന് വേണ്ടി പടം പഠിക്കുന്നത് കൊണ്ട് മറ്റു നാടുകളിൽ നമുക്കുള്ള മതിപ്പ് കുറയുകയേ ഉള്ളൂ എന്ന്. ആലോചിച്ചു. വിജ്ഞാനത്തിന് വേണ്ടി പടം പിടിക്കുന്നത് കൊണ്ട് മറ്റു നാടുകളിൽ നമുക്കുള്ള മതിപ്പ് കുറയുകയേ ഉള്ളൂ എന്ന്. വിജ്ഞാനം ഒരു കുറവാണെന്ന് സാരം. വിജ്ഞാനം ഒരു കുറവാണെന്ന് സാരം. ഒരു വെറും സിനിമാക്കാരൻ മാത്രമായ ഒരാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അതത്ര കാര്യമാക്കാനില്ല. പക്ഷെ അദ്ദേഹം അവിടം കൊണ്ട് മടങ്ങിയില്ല. നമ്മുടെ രാജ്യത്തെ പട്ടിണിയും ദുരിതങ്ങളും ഒക്കെ സിനിമയിലേക്ക് പകർത്തുന്നത് തെറ്റാണെന്ന് അഭിപ്രായപ്പെട്ടത് കൂടാതെ ഇത് സമ്പൽ സമൃദ്ധമായ മറ്റു ഒരു രാജ്യമാണെന്നും അവിടെ പട്ടിണി മരണങ്ങളോ ഇല്ല എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു വർത്തമാന പത്രമെങ്കിലും വായിക്കുന്ന ശീലമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയില്ലായിരുന്നു. പ്രതിപക്ഷക്കാരുടെ പത്രങ്ങൾ വായിക്കണമെന്നില്ല, ഭരണകക്ഷിയുടെ പത്രങ്ങൾ വായിച്ചാലും മതി. അവർ പോലും സമ്മതിക്കുന്നു ഇന്ത്യയിൽ പട്ടിണിയും പട്ടിണി മരണങ്ങളും ഉണ്ടെന്ന്. പത്രങ്ങൾ വായിക്കാത്ത അഥവാ വായിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്ക് വിജ്ഞാനത്തോട് അവജ്ഞ തോന്നുന്നതിൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. അത്തരം പേപ്പറച്ചിലുകൾ കൊണ്ടൊന്നും കാലഗതിയെ പുറകോട്ട് തിരിച്ചുവിടാൻ ആർക്കും സാധിക്കുകയില്ല. മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് പ്രപഞ്ച നിയമമാണ്. സിനിമയും സിനിമാക്കാരും പ്രപഞ്ചത്തിന് പുറത്തല്ല. എനിക്കൊരു കാര്യം ഓർമ്മയിൽ വരുന്നു. ഏകദേശം 30 കൊല്ലങ്ങൾക്ക് മുൻപാണത്. അന്ന് നാടകങ്ങളിൽ ഹാർമോണിസ്റ്റ് രംഗത്തിരിക്കണം. കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നത് പാട്ടുകളിലൂടെയാണ്. അതൊക്കെ ഏറ്റുപാടുകയും വേണം. ആ സമ്പ്രദായത്തിന് മാറ്റം വരുത്തുവാൻ നടന്ന ശ്രമങ്ങളിൽ ഞാനും ഒരു എളിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് ആ പരിശ്രമങ്ങളെല്ലാം ക്ലേശപൂർണവും പരാജയപൂർണവുമായിരുന്നു. എൻ്റെ നാടകങ്ങൾ ബുക്ക് ചെയ്യാനും കാണാനും ആളുകൾ നന്നേ കുറവായിരുന്നു. ഹാർമോണിസ്റ്റിനെ രംഗത്തിരുത്താത്തതിന് ഞാൻ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ നേരെ കല്ലേറുണ്ടായിട്ടുണ്ട്. അത് അന്ന് അക്കാലത്തെ നാടക മുതലാളിമാർ നാടകത്തിൻ്റെ കുത്തകക്കാരും അവരുടെ കൂടെ നിന്നിരുന്നു. നടീനടന്മാരൊക്കെ ഇങ്ങനെ പറയുകയുണ്ടായി, നാടകത്തിന് ചില ചിട്ടകളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നുമില്ലാതെ ഇവന്മാർ കാട്ടിക്കൂട്ടുന്നത് വെറും കുറുക്കു മാത്രമാണ്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കാണിക്കണം, അതാണ് കല. ഇന്ന് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കലയുടെ പേരിൽ സിനിമാ കുത്തകക്കാർ മുറവിളി കൂട്ടുന്നതിനും മേൽപ്പറഞ്ഞതിൻ്റെ അർത്ഥമേയുള്ളൂ. അന്ന് ഹാർമോണിസ്റ്റിനെ രംഗത്ത് കാണാതിരുന്നതിൻ്റെ പേരിൽ കല്ലെറിഞ്ഞവർ
ഇന്ന് അങ്ങനെ ഒരു രംഗത്ത് കണ്ടാൽ കല്ലെറിയും. ഇന്ന് ഹാർമോണിസ്റ്റ് രംഗത്തിരുന്ന് പഠനം കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയും. അന്ന് തീർത്തവർ ഇന്ന് കല്ലെറിയും. ഇതൊരു മാറ്റമാണ്. മാറ്റമെന്നും പുരോഗതിയെന്നുമൊക്കെ കേൾക്കുമ്പോൾ വിറളി പിടിച്ചിട്ട് കാര്യമില്ല. അത് അനിവാര്യമാണ്. മാറ്റം അനിവാര്യമാണ്. വെറും കടന്മാരായി, നഗ്നരായി, കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് പച്ചയ്ക്ക് കടിച്ചു കീറി തിന്ന് ജീവിച്ചിരുന്ന മനുഷ്യൻ ഇന്നിവിടം വരെ എത്തിയത് കാലത്തിൻ്റെയും കാലാനുസൃതമായ ആവശ്യങ്ങളുടെയും സമ്മർദ്ദം മൂലമായ മാറ്റങ്ങളിലൂടെയാണ്. ജീവിതത്തിന് മാറ്റം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും മാറ്റം വന്നു ചേരും. അതിൽ കലകളും ഉൾപ്പെടുന്നു. സിനിമ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നില്ല. മാനവരാശികളുടെയും മനുഷ്യരഹിതമായ കലകളുടെയും വളർച്ചയുടെ ചരിത്രം പഠിക്കുകയെന്ന കടമ സിനിമാക്കാർക്കും നിഷിദ്ധമായിട്ടുള്ളതല്ല. പി ജാനണി. നമ്മൾ സ്നാപ്പ് നമ്പർ 1065 കിടക്കുകയാണ്. ദൈവത്തിനൊരു തുറന്ന കത്ത്. സട്ടയറക്കലായിരിക്കും. ദൈവമേ, അങ്ങേക്കിങ്ങനെ ഒരു എഴുത്തെഴുതണമെന്ന് ഞാൻ വളരെ നാളായി കരുതുന്നു. അവിടത്തേക്ക് ഇതിഷ്ടപ്പെടുമോ എന്തോ. പക്ഷേ ഇതെഴുതാതിരിക്കാൻ എൻ്റെ ജിജ്ഞാസ അനുവദിക്കുന്നില്ല. കേൾക്കുന്നതെന്തും കണ്ണുമടച്ചു വിശ്വസിക്കാൻ കുറെ കാലങ്ങളായിട്ട് എനിക്ക് കഴിയുന്നില്ല. അതൊരു കുറ്റമാണെങ്കിൽ ക്ഷമിക്കണം. അഖില ചരാചരങ്ങളും അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അങ്ങയുടെ അറിവ് കൂടാതെ ഒരു പുൽക്കൊടി പോലും ചലിക്കുന്നില്ലെന്നും കഴിഞ്ഞതും നടക്കുന്നതും വരാനിരിക്കുന്നതുമായ എല്ലാം അവിടെ നിറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുവെന്നും ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തോട്ടിയതാണ്. ആ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ എഴുത്തെഴുതാൻ ഞാൻ നിർബന്ധിതമായതും. ഞാൻ ആദ്യമായിട്ട് പഠിച്ചത് അങ്ങയെ പറ്റിയാണ്. അങ്ങ് സർവശക്തനും കരുണയുമുള്ളവനാണെന്ന് മതം എന്നെ പഠിപ്പിച്ചു. ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. അങ്ങയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ വളർന്നു വന്നു. അങ്ങയുടെ വൈഭവത്തെപ്പറ്റി അത്ഭുതപ്പെട്ടുകൊണ്ടും അപദാനങ്ങളെ വാഴ്ത്തിപ്പാടിക്കൊണ്ടും വളർന്നു വന്നു. പ്രായം കൂടി വരുംതോറും എൻ്റെ ചിന്താഗതിയിൽ സാരമായ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഞാൻ എൻ്റെ മുഴുവൻ ശ്രദ്ധയും ചെലുത്തുവാൻ തുടങ്ങി. അങ്ങനെ കണ്ടും കേട്ടും അനുഭവിച്ചും വന്നപ്പോൾ ഞാനൊരു പുതിയ ചിന്താലോകത്തിലെത്തി. ദൈവമേ, ഞാൻ സർവശക്തനും കരുണയുമുള്ളവനുമാണോ എന്ന് ഞാൻ അങ്ങ് സർവശക്തനും കരുണയുമുള്ളവനാണോ എന്ന് ഞാൻ സംശയിക്കാൻ തുടങ്ങി. ഒന്നിനു പുറകെ ഒന്നായി ചോദ്യങ്ങൾ എൻ്റെ ഹൃദയാന്തർഭാഗത്തു നിന്നും ഉയർന്നു വന്നു. അവയ്ക്ക് ശരിയായ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുവാൻ വേണ്ടി എൻ്റെ സകല ചിന്താശക്തിയും ഞാൻ ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായി നാളിതുവരെ ഞാൻ വിശ്വസിച്ചിരുന്ന ഒക്കെ അബദ്ധപൂർണ്ണങ്ങളാണെന്ന് ബോധ്യപ്പെടുക മാത്രമാണ് ഉണ്ടായത്. ദൈവമേ, എന്നിട്ടും ഞാൻ അടങ്ങിയില്ല. എൻ്റെ അജ്ഞത കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് കരുതി സംശയഭാണ്ഡങ്ങളും പേറിക്കൊണ്ട് അങ്ങയുടെ ചാർജ് വഹിക്കുന്ന പുരോഹിത വർഗത്തെ സമീപിച്ചു. തക്കതായ മറുപടി കിട്ടുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. എന്നാൽ ഫലം നിരാശാജനകമായിരുന്നു. എത്തും പിടിയുമില്ലാത്തൊരു വാക്ക് അവർ എൻ്റെ മുമ്പിലേക്ക് എടുത്തെറിഞ്ഞു. ദൈവരഹസ്യം. ആ വാക്കിൻ്റെ മുമ്പിൽ മറ്റു ചോദ്യങ്ങൾ ഉയർന്നു വരാൻ പാടില്ലെന്നാണ് അവരുടെ നിയമം. ഒടുവിൽ അങ്ങയോട് നേരിട്ട് എഴുതി ചോദിച്ചു കളയാമെന്ന് ഞാൻ നിർച്ചപ്പെടുത്തി. വളരെ കാര്യങ്ങളുണ്ടെങ്കിലും അവയിൽ 1-2 മാത്രമേ തൽക്കാലത്തേക്ക് എഴുതുന്നുള്ളൂ. നിത്യജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ തന്നെ എടുക്കാം. ഞാൻ താമസിക്കുന്ന കരയിൽ ഒട്ടനവധി പേർ ജീവിക്കുന്നുണ്ട്. അതിൽ 1-2 കുടുംബക്കാർ മാത്രമേ മനുഷ്യർ എന്ന പേരിന് അർഹമായുള്ളൂ. എന്ന് വെച്ചാൽ വിശക്കുമ്പോൾ കഴിക്കുവാൻ ആഹാരവും ആവശ്യമുള്ള വസ്ത്രങ്ങളും എന്നർത്ഥം. ചുരുക്കം ചിലർ വളരെ ഞെരുങ്ങി നിത്യവൃത്തി കഴിച്ചു കൂട്ടുന്നവരാണ്. ബാക്കിയുള്ള ഭൂരിപക്ഷം
അതിദാരുണമായ പട്ടിണിയിൽ കിടന്നു വെന്തു നീറുന്നവരും വെയിലും മഴയും കൊള്ളാതെ കിടന്നുറങ്ങാൻ വീടും നാണം മറയ്ക്കാൻ വസ്ത്രങ്ങളുമില്ലാത്തവരും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരുമായ വെറും പുഴുക്കളാണ്. അർത്ഥഹീനമായ ഈ വൈരുദ്ധ്യത്തിൻ്റെ കാരണമെന്താണെന്ന് ഞാൻ ആലോചിക്കുവാൻ തുടങ്ങി. ചുരുക്കം ചിലരെ അഖില സുഖാനുഭൂതികളുടെയും മുകൾ തട്ടിൽ പ്രതിഷ്ഠിച്ച ശേഷം അസംഖ്യം പേരെ യാതനകൾ നിറഞ്ഞ ഗർത്തങ്ങളിലിട്ട് ഞെക്കി ശ്വാസം മുട്ടിക്കുന്ന അങ്ങ് സ്നേഹസമ്പന്നനാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയാതെ വന്നു. ദൈവമേ, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തെന്നറിയാൻ ഞാൻ പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. അവരുടെ മറുപടി ലജ്ജാവഹവും യുക്തിഹീനവുമായിരുന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ കൂടുതൽ ക്ലേശിപ്പിക്കുകയും ദുഷ്ടന്മാരെ പന പോലെ വളർത്തുകയും ചെയ്യുന്നു. അത് കേട്ട് ഞാൻ ചിരിച്ചുപോയി. ആ ചിരി അവരെ ക്രോധാക്രാന്തരാക്കി. അതിനെ തുടർന്നുണ്ടായ എൻ്റെ ചോദ്യങ്ങൾക്ക് ദൈവരഹസ്യം എന്നു മാത്രമായിരുന്നു ഉത്തരം. അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന സ്വഭാവമല്ല എനിക്കുള്ളത്. എനിക്കറിയണം ഇതിൻ്റെയൊക്കെ ശരിയായ കാരണം എന്താണെന്ന്. ധനവാനായ ഒരു പിതാവിന് 10 മക്കളുണ്ടെന്നിരിക്കട്ടെ. അതിൽ 8 പേരെ അദ്ദേഹം കൂടുതൽ സ്നേഹിക്കുന്നു എന്ന കാരണത്തിന്മേൽ ആഹാരവും വസ്ത്രവും കിടക്കാൻ സ്ഥലവും കൊടുക്കാതെ നിർദ്ദയം ക്ലേശിപ്പിക്കുകയും ബാക്കിയുള്ള 2 പേരെ സകലവിധ ആഡംബരങ്ങളോടും കൂടെ നടത്തുകയും ചെയ്താൽ ആ പിതാവ് സ്നേഹസ്വരൂപനാണെന്ന് തലയ്ക്ക് ബോധമുള്ളവർ പറയുകയില്ല. അദ്ദേഹത്തിന് ഭ്രാന്താണെന്നേ ആളുകൾ പറയുകയുള്ളൂ. അലഞ്ഞു തിരിയുന്ന മക്കൾ അവരുടെ കഷ്ടതകളുടെ മൂർധന്യാവസ്ഥയിൽ തങ്ങളുടെ പിതാവിനെ കഠിനമായി വെറുക്കുവാൻ നിർബന്ധിതരായിത്തീരുന്നു. വേണ്ടി വന്നാൽ അദ്ദേഹത്തെ കൊല്ലാനും അവർ മടിക്കുകയില്ല. അങ്ങനെയൊരു പിതാവ് ഇല്ലാതിരിക്കുകയാണ് നല്ലതെന്ന് അവർ തീരുമാനിക്കുന്നു. പിതാവിനെ നശിപ്പിച്ചതിന് ശേഷം അവർ സുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്ന സഹോദരങ്ങളുമായി ഏറ്റുമുട്ടി തങ്ങൾക്കും ജീവിക്കാനുള്ള വകകൾ കയ്യിലാക്കുന്നു. ആ മക്കളെ കുറ്റപ്പെടുത്താനാകുമോ? കുറ്റപ്പെടുത്താനൊക്കുമോ? ഇതിൽ ആ സ്നേഹസ്വരൂപനായ പിതാവ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രഹസ്യമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരെ അടിക്കാനേ തോന്നുകയുള്ളൂ. വഴിയരികിലും മറ്റും ചിലപ്പോൾ ദയനീയമായ ചില കാഴ്ചകൾ കാണാറുണ്ട്. ചീഞ്ഞുനാറി പുഴുക്കൾ ഇഴഞ്ഞു കളിക്കുന്ന വ്രണമുള്ളവരും നാണം മറയ്ക്കുവാൻ വേണ്ടി പഴുപ്പും ചോരയും പുരണ്ട് ദുർഗന്ധം വമിക്കുന്ന പഴന്തുണി കഷ്ണങ്ങൾ മാത്രം മുൻഭാഗത്ത് തൂക്കിയിട്ടുള്ളവരുമായ ഒരു തരം ജീവികൾ. അവരും മനുഷ്യവർഗത്തിൽപ്പെട്ടവരാണെന്നാണ് പറയുന്നത്. ആ കൂട്ടരെയും അവിടുന്ന് സൃഷ്ടിച്ചത് തന്നെയാണോ? ആണെങ്കിൽ അതേറ്റവും ക്രൂരമായൊരു പ്രവൃത്തിയായിപ്പോയി. അവർ തങ്ങൾ ചെയ്ത ദുഷ്ടതകളുടെ ഫലമാണ് അനുഭവിക്കുന്നതെന്ന് ചില സന്മാർഗികൾ പറയുന്നു. ഇവർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നല്ലവരെ ദൈവം കൂടുതൽ ക്ലേശിപ്പിക്കുന്നുവെന്ന് ഒരു കൂട്ടർ, ദുഷ്ടന്മാരെ കൂടുതൽ ക്ലേശിപ്പിക്കുന്നുവെന്ന് മറ്റൊരു കൂട്ടർ. ഈ പരസ്പര വിരുദ്ധങ്ങളായ അഭിപ്രായങ്ങളിൽ ആത്മാർത്ഥതയുടെ കണിക എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ അവർ തിന്മ ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ചെയ്തത് വലിയ ഒരു വഞ്ചനയാണ്. എന്താണെന്ന് വെച്ചാൽ അങ്ങ് സർവശക്തനാണ്. കഴിഞ്ഞതും നടക്കുന്നതും വരാനിരിക്കുന്നതുമൊക്കെ അവിടത്തേക്ക് നല്ലതുപോലെ അറിയാം. ആ നിലയ്ക്ക് ഈ മനുഷ്യപ്പുഴുക്കൾ പല ദുഷ്ടതകളും പ്രവർത്തിക്കുമെന്നും അതുകൊണ്ട് അവർക്ക് കഠിനമായ ശിക്ഷ കൊടുക്കേണ്ടി വരുമെന്നും നേരത്തെ തന്നെ അറിഞ്ഞിരുന്നുകൊണ്ട് അവരെ സൃഷ്ടിച്ചു. ഈ ദുരിതം അനുഭവിക്കാനല്ലേ അവരെ സൃഷ്ടിച്ചത്? ഇതൊക്കെ അങ്ങേക്കൊരു വിനോദമാണെന്ന് തോന്നുന്നു. ശരി, അവർ അനുഭവിക്കുന്ന യാതനകൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണെന്ന് തന്നെ സമ്മതിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ നരകത്തിൻ്റെ ആവശ്യം എന്താണ്? ലോജിക്ക. ഇനിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ എഴുത്ത് അവസാനിപ്പിക്കാം. പുണ്യം
ചെയ്തവർക്കായിട്ട് മോക്ഷവും പാപം ചെയ്തവർക്ക് നരകവും അവിടുന്ന് സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞെന്നാൽ ഞാനൊരു ദുർമാർഗിയാണ്. മനസ്സിൻ്റെ ദൗർബല്യം മൂലം വികാരങ്ങളെയും ചിന്തകളെയും നിയന്ത്രിക്കാനുള്ള എൻ്റെ ശ്രമം നിഷ്ഫലമായി തീരുക നിമിത്തം ഞാൻ അനേകം കൊള്ളരുതായ്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇനിയും ചെയ്തേക്കാം എന്ന് തന്നെയല്ല, മതങ്ങളെയും അതിൻ്റെ രക്ഷാകർത്താക്കളായ പുരോഹിതന്മാരെയും ഞാൻ അതികഠിനമായി വെറുക്കുന്നവനാണ്. മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഞാൻ നരകത്തിൽ പോകാതെ യാതൊരു നിവൃത്തിയുമില്ലെന്നാണ് മതം പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയമല്ല, അങ്ങയോട് വലിയ വൈരാഗ്യമാണ് ഉണ്ടായത്. കാരണം പറയാം, അങ്ങ് സർവശക്തനാണല്ലോ. അതുകൊണ്ട് കോടാനുകോടി കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അങ്ങ് അറിഞ്ഞിരുന്നു ഞാൻ ജനിച്ചാൽ നരകത്തിൽ പോകാൻ യോഗ്യമായ വിധത്തിലേ ജീവിക്കുകയുള്ളൂ എന്ന്. എന്നിട്ടും എന്നെ സൃഷ്ടിച്ചു ദൈവമേ. ഇതിൻ്റെ അർത്ഥം എന്നെ മനഃപൂർവ്വം നരകത്തിൽ കളയുവാൻ അങ്ങ് തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് പുരോഹിതന്മാർ പറയുന്നത്. പാപം ചെയ്യാൻ ദൈവം പറയുന്നില്ല. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അത്തേക്കും മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്കിത് മനസ്സിലാകുന്നില്ല. അങ്ങയുടെ അറിവ് കൂടാതെ ഒരില പോലും താഴെ വീഴുന്നില്ലെന്നുള്ള എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഭൂതവർത്തമാന ഭാവി കാലങ്ങളെ അങ്ങ് കണ്ടറിഞ്ഞിരിക്കുന്നുവെന്ന് പറയുന്നത് പരമാർത്ഥമാണെങ്കിൽ, ചുരുക്കത്തിൽ അങ്ങ് സർവശക്തനാണെങ്കിൽ, ഞാൻ ചെയ്യുന്ന ഓരോ കൃത്യവും അങ്ങയുടെ പൂർണ്ണമായ അറിവോടുകൂടി തന്നെയാണെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അവിടെ നിന്ന് കരുതിയിരുന്നുവെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തിയും പുണ്യങ്ങൾ മാത്രം ചെയ്യുന്നതിനുള്ള കഴിവും എനിക്കുണ്ടാകുമായിരുന്നെന്നും ഞാൻ വിശ്വസിക്കുന്നു. അഥവാ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളെ അടക്കി ഭരിക്കാൻ വേണ്ടി ഈ പുരോഹിതന്മാർ കണ്ടുപിടിച്ചതാണോ നരകവും മറ്റും? ഒരു പക്ഷേ അങ്ങനെയുമാകാം. ഏതായാലും നരകത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. അങ്ങ് കണ്ടറിഞ്ഞിരിക്കുന്ന വിധത്തിലല്ലേ എല്ലാം വന്നു ചേരുകയുള്ളൂ. എനിക്ക് പ്രധാനമായിട്ടൊന്ന് പറയാനുണ്ട്. ഇവിടെ നടമാടുന്ന അക്രമങ്ങളും അനീതികളും ഒക്കെ നശിപ്പിച്ച് ലോകത്തെ സമത്വസുന്ദരമാക്കി തീർക്കാൻ അങ്ങ് കഴിവില്ലെങ്കിൽ അങ്ങ് ഈ തൊഴിൽ വേണ്ടെന്ന് വെക്കുകയാണ് നല്ലത്. ഞാനിങ്ങനെ എഴുതുന്നതിൽ എന്നോട് വഴക്ക് വിചാരിക്കരുത് കേട്ടോ. എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് എഴുതിപ്പോയതാണ്. എങ്ങനെ എഴുതാതിരിക്കും? ഇത്രയും എഴുതിയതിൽ വല്ല കാര്യക്കേടുമുണ്ടോ? പുരോഹിതന്മാരുടെ സഹായം കൂടാതെ അങ്ങ് സ്വന്തമായ നില കൈക്കൊണ്ടിരുന്നെങ്കിൽ കുറെ കൂടി മാനമുണ്ടാകുമായിരുന്നേനെ. ഇങ്ങനെ വളരെ കാര്യങ്ങൾ അങ്ങയോട് പറയണമെന്നുണ്ട്, പക്ഷെ സമയമില്ല. ഇനിയുള്ളതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം. തൽക്കാലത്തേക്ക് നിർത്തുന്നു എന്ന് വിധേയൻ പി. ജാനണി, എറണാകുളം. വെറുതെ അല്ല പി. ജാനി 5 വയസ്സിൽ പള്ളി ഉപയോഗിച്ചത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഇനി ഇത്തരം എഴുത്തുകളിലൂടെ പോകുമ്പോൾ മനസ്സിലാവുന്നത്, ഇപ്പോൾ മികച്ച സിനിമ, മികച്ച കല, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ളൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലെ അറ്റം മികച്ച സംവിധായകരുടെ ലിസ്റ്റുകൾ നിരത്തുന്നത്. വെറുതെ എല്ലാ ആൾ 68 ആകുമ്പോഴേക്കും ഞാനിനി മദ്രാസിലേക്കില്ല, CID നസീർ കഴിഞ്ഞിട്ടാണ് സ്ഥലം വിടുന്നത്. എനിക്ക് എൻ്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള നാടകങ്ങൾ എഴുതി മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് പിന്നീടാണ് MT 73 നിർമ്മാല്യത്തിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അതുവരെ ഞാനിനി മദ്രാസിലേക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഈ മണ്ടൻ എഴുത്തുകാരും മണ്ടൻ സാധനങ്ങളിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ പ്രാന്താവുന്നത്. കാരണം സ്വയം ചിന്താശേഷിയുള്ളൊരു മനുഷ്യന് മാത്രമുള്ളതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നല്ല ധീരമായ ചിന്തകളുള്ള മനുഷ്യനെ മാത്രമേ ഇങ്ങനെ പറ്റുള്ളൂ. ഇന്ന് അത്രയും കലാകാരന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ, ഇനിയുണ്ട് എന്നെപ്പറ്റി. അതിലിനെ വനിതാ വർഷത്തിൽ വനിതകളോട് അങ്ങനെ കുറച്ചെണ്ണുണ്ട്. എന്തായാലും നമുക്ക് തൽക്കാലം ഈ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത എപ്പിസോഡിലേക്ക് ഈ എന്നെപ്പറ്റിയുടെ ബാക്കിയുള്ളത് അടുത്ത എപ്പിസോഡാക്കി ചെയ്യാം. സ്നാപ്സ് ചാക്കോടി എന്തിക്കാട് എന്ന യൂട്യൂബാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ജന്മശതാബ്ദി വർഷം ഗംഭീരമാക്കും. മെയ് 1 കഴിഞ്ഞാലും നാളെ കഴിഞ്ഞാലും ഞാനിത് കണ്ടിന്യൂ ചെയ്യും. നാടകങ്ങളിലേക്ക് കടന്നിട്ടില്ല, കഥകൾ വരാനുണ്ട്. ഓരോന്നോരോന്നായിട്ട് കടന്നിട്ട് നാടകങ്ങളിലേക്ക് കടന്നാൽ ഒരു 42 നാടകങ്ങൾ ഇതിൽ പ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് 2-3 വോളിയങ്ങളിലായിട്ട്.
അപ്പോൾ അതിൻ്റെ സിനോപ്സിസിലേക്ക് കിടക്കണം. അത് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അതിന് മുമ്പുള്ള ഒരുക്കങ്ങളിലൂടെ കടന്നു പോവാണ്. ഓക്കെ, അഭിവാദ്യങ്ങൾ എല്ലാവർക്കും. ഇത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും ഇനിയും ഒപ്പം നിൽക്കുന്നവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ചക്കോടി അന്തിക്കാട്, നാടക സാധകം ചേർപ്പ്.